സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇന്നും അതിതീവ്ര മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിശദമായ വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ മഴ ലഭിക്കുന്നുണ്ടോ? എങ്ങനെയാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രവിത, റീജിത്ത്. ശക്തമായ മഴ തന്നെയാണ് നഗര മലയോര മേഖലയിൽ ഒന്നാകെ ലഭിക്കുന്നത്. ശക്തമായ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വടക്കൻ ജില്ലയിലാണ് ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നത്. പ്രധാനമായും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വയനാട്, അതുപോലെ തന്നെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ അതിതീവ്രമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ മേഖലയിൽ പുലർച്ചെ മുതൽ ശക്തമായ മഴ ലഭ്യമാകുന്നു. ഇതുപോലെ തന്നെ അതിശക്തമായ മഴ തന്നെയാണ് മലയോര മേഖലയിലും ലഭ്യമാകുന്നത്. കൂടാതെ മലപ്പുറത്തും അതുപോലെ കാസർഗോഡ്, തൃശ്ശൂർ ജില്ലകളിൽ തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ട്. അതിശക്തമായ മഴയുടെ മുന്നറിയിപ്പാണ് ഉള്ളത്. ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിലെല്ലാം തന്നെ പരക്കെ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ട്. അത്തരത്തിൽ തന്നെ അതിശക്തമായിട്ടുള്ള തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ തീരമേഖലയും ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി നൽകുന്നു. പ്രധാനമായും 9 ജില്ലകളിലാണ് ഈ തീരമേഖലയുള്ളത്. ആ തീരമേഖലയിൽ അതിശക്തമായിട്ടുള്ള തിരമാല ഉണ്ടാവും. അതുപോലെ തന്നെ കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരദേശവാസികളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പുലർത്തണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഇന്ന് രാത്രി 9 വരെ ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുകയും കൂടാതെ ഈ മാസം 30 വരെ ലക്ഷദ്വീപ്, അതുപോലെ തന്നെ കേരളം, കർണാടക എന്നീ തീരമേഖലകളിൽ മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ജലാശയങ്ങളിൽ ഇറങ്ങുന്നതിനുള്ള നിയന്ത്രണവും ഏർപ്പെടുത്തിയിരിക്കുന്നു. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ മുന്നൊരുക്കങ്ങളുമായിട്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടൊപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ 88 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുമുണ്ട്. കോഴിക്കോട് താലൂക്കിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളും അതുപോലെ വടകര താലൂക്കിൽ 1 ദുരിതാശ്വാസ ക്യാമ്പുമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ തുടർച്ചയായിട്ടുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായത് വിലങ്ങാടാണ്. വിലങ്ങാട് മരച്ചീലി ഭാഗത്താണ്, മഞ്ഞച്ചീലി ഭാഗത്താണ്. ആ മഞ്ഞച്ചീലി ഭാഗത്ത് നിന്ന് 18 കുടുംബങ്ങളിൽ നിന്നായിക്കൊണ്ട് 58 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അവിടെ ഇപ്പോഴും ഒരു വലിയ രീതിയിലുള്ള അപകടത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിക്കുകയും അവിടേക്ക് ആളുകളെ ആവശ്യമെങ്കിൽ കൂടുതൽ ആളുകളെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങളുമായിട്ട് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ സേനയും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തന്നെ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇപ്പോഴും മഴ ശക്തമായി തുടരുകയാണ്. എല്ലാവരും ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് സർക്കാരും അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പും ജില്ലാ ഭരണകൂടവും മുന്നറിയിപ്പ് നൽകുന്നത്. റിജിത്ത്, ഒപ്പം തന്നെ പ്രവിത. ശരി, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.